ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇന്നും നമ്മുടെ ഗൗരിമോള് എൻ്റെ അമ്മ എവിടെ, എൻ്റെ അമ്മ എവിടെ എന്ന ചോദ്യവുമായിട്ട് നിൽക്കുകയാണ്. ഇവരൊക്കെ എന്താ വിചാരിച്ചത്? ഒരു കുഞ്ഞിനെ പെട്ടെന്ന് ഇങ്ങനെ അമ്മയുടെ അടുത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് നമ്മുടെ ഗൗതമിനെ സ്നേഹിച്ച് അവിടെ നിൽക്കുന്നു. സത്യം പറഞ്ഞ ഒരു കമ്മീഷണർ എന്ന ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ അത്രത്തോളം ബുദ്ധി പോലും ഇല്ലാത്തൊരു പൊട്ടനാണല്ലോ ഗൗതം എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ ഒരു അവസ്ഥയിലാട്ടോ നമ്മുടെ ഗൗതം ഇപ്പോൾ ഉള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ അരുന്ധതി പോയതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നല്ലോ. അപ്പൊ അരുന്ധതി പോയി. ഇനിയിപ്പം അടുത്ത അധികാരി ആരാണ്? അരുന്ധതി വരുന്നത് വരെ അവിടെ ഒരു അധികാരി വേണമല്ലോ. അപ്പൊ മോഹിനി ഭയങ്കര ചർച്ചയാണ്. മോഹിനി പറഞ്ഞു, അരുണിനോട് പറയുന്നുണ്ട്, ഏതായാലും ഈ സമയം നമ്മൾ അവസരമായിട്ട് എടുക്കണം. അത് മാത്രമല്ല, ഗൗരി എന്ന് പറയുന്ന വൃത്തികെട്ടവൾ ഈ വീട്ടിൽ കയറി കൂടിയിട്ടുണ്ടല്ലോ, അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചിറക്കണം. അതുപോലെ നമ്മുടെ സ്ഥാനം നമ്മൾ ഉറപ്പിക്കണം. നിന്റെ കുഞ്ഞ് ആ പവിത്രയുടെ വയറ്റിൽ വളരുന്നത്, ആ കുഞ്ഞിനെ ഇവിടെ സ്ഥാനം വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പറച്ചില്ല. അരുണിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും. അരുണിനൊന്നും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അരുണൊന്നും തുറന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ കനകമ്മ കയറി വന്നിട്ട് കനകമ്മ ഓരോ അഭിപ്രായങ്ങൾ പറയാണ്. ഈ അഭിപ്രായങ്ങളൊന്നും മോഹിനിക്ക് ഇഷ്ടമല്ല. അപ്പൊ മോഹിനി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ തള്ള ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്ക് വന്ന് കയറി പറയുന്നത്? നിങ്ങൾ വെറും വേലക്കാരിയല്ല, വേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ ഇവിടുത്തെ വലിയ വീട്ടമ്മയാവരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ അരുന്ധതി പോയോണ്ട് ഇവിടുത്തെ അരുന്ധതിയുടെ സ്ഥാനം എനിക്ക് തരണമെന്ന് മോഹിനി ഇങ്ങനെ പറയാ. ഞാനാണ് ഇനിയിപ്പോ ഇവിടുത്തെ അധികാരി, ഞാനെല്ലാം തീരുമാനിച്ചോളാം. ഏടത്തി വരുന്നത് വരെ ലക്ഷ്മിക്ക് തീരുമാനം എടുക്കാനുള്ള ആ കഴിവ് ശേഷിയൊന്നും ഇല്ല. അവളിങ്ങനെ ഇനിയിപ്പോൾ ആ കൊച്ചിന് പുറകെ നടക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനായിരിക്കും ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ എന്നെ മന്ത്രിയാക്കണം കേട്ടോ എന്ന്. ഇത് പറഞ്ഞു, നിന്നെ മന്ത്രിയോ? എടി വേലക്കാരി, നിനക്ക് എങ്ങനെയാണ് ഈ മന്ത്രിയാകാനുള്ള അർഹത ഉള്ളത്? നിനക്ക് പരദൂഷണവും നുണയും കൊതിയും പറഞ്ഞു നടക്കാനല്ലേ അറിയത്തുള്ളൂ. മര്യാദയ്ക്ക് നീ പോയി കഞ്ഞി വെച്ച് കറിയും വെച്ച് ഇരുന്നാൽ മതി. ഇവിടുത്തെ വീട്ടുകാര്യം തിരക്കാൻ വരരുതെന്ന് പറഞ്ഞ് വീണ്ടും കനകമ്മയുടെ മെക്കിട്ട് കയറി. കനകമ്മയാണെങ്കിൽ അയ്യോ പിന്നെ ഇല്ലാത്തൊരു കൊച്ചിനെയും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ഈ സമയത്ത് അരുണിന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. നമ്മുടെ സ്ഥാനം നമുക്ക് വേണം, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കണം. നിന്റെയും നിന്റെ കുഞ്ഞിൻ്റെയും പേരിലേക്ക് സ്വത്തൊക്കെ എഴുതി വെക്കാൻ പറയണം. ഈ ഒരു അവകാശം മാത്രം മതി, നിന്റെ കുഞ്ഞ ഈ വീടിൻ്റെ അവകാശിന്ന്. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുണും അങ്ങ് പോയിട്ടോ. ഏതായാലും അരുണിന് അറിയാമല്ലോ കുഞ്ഞ് അരുണിൻ്റെ അല്ല എന്ന്. അങ്ങനെയാണ് അരുൺ വിചാരിച്ചിരിക്കുന്നത്. കുഞ്ഞു പോയിട്ട് ഒരു കുഞ്ഞു പോലും ഇല്ലെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദേനെയാണ് കേട്ടോ. അപ്പൊ നന്ദയാണെങ്കിൽ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് വീണ്ടും കെഞ്ചി കെഞ്ചി ആവശ്യപ്പെടുക, എനിക്ക് എൻ്റെ കുട്ടീനെ ഒന്ന് കാണണം, ഒന്ന് ഫോൺ തരൂ, എൻ്റെ കുട്ടീനെ ഒന്ന് വിളിക്കാനെന്നൊക്കെ. എന്നിട്ട് അവിടുത്തെ ആ ഒരു വനിതാ പോലീസുകാർക്കൊക്കെ ചെറിയൊരു അനുകമ്പയും ഒരു കരുണയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കമ്മീഷണർ പറഞ്ഞതാണല്ലോ, അവരുടെ തൊപ്പി തെറിക്കുന്ന കേസാണ്, അതുകൊണ്ട് അവരൊഴിഞ്ഞു മാറി നടക്കുക. അപ്പൊ ഇതിനിടയിൽ പെട്ടെന്ന് തലകറങ്ങി വീഴാണ് നന്ദ. തലകറങ്ങി വീണപ്പം അവിടെയുള്ള സി ഐയോട് ഓടിച്ചെന്ന് പറയാണ് കേട്ടോ, ഇങ്ങനെ തലകറങ്ങി വീണു നന്ദ എന്ന് അവിടുത്തെ ആ ഒരു വനിതാ പോലീസ്. അപ്പോഴേക്ക് സി ഐ പറഞ്ഞു, തലകറങ്ങി വീഴട്ടെ, അതിനിപ്പോ എന്താ, തലകറങ്ങി വീണ് കഴിഞ്ഞാൽ പതുക്കെ കുറച്ചു നേരം കഴിയുമ്പോൾ എണീറ്റോളും. അവൾ ആഹാരമൊന്നും കഴിക്കാതെ പട്ടിണി ഇരിക്കുന്നല്ലേ, അവളവിടെ ഇരിക്കട്ടെ, നമ്മൾ കൊടുക്കാത്തൊന്നും അല്ലല്ലോ എന്ന്. അപ്പൊ പോലീസുകാർ പറഞ്ഞു, നമ്മൾ എന്ത് കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തിയാണ് സാറെ കാണിക്കുന്നത്? തലകറങ്ങി വീണു, നമ്മുടെ കസ്റ്റഡിയിലിരുന്ന് ഒരു പ്രതിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലേ അത് വലിയൊരു ഗുലുമാല് തന്നെയാവും. അതിന് അവള് പ്രതിയല്ലല്ലോ, നമ്മൾ കമ്മീഷണർ സാറ് പറഞ്ഞതുകൊണ്ട് പിടിച്ചോണ്ട് വന്നതല്ലേ, അവള് പ്രതിയൊന്നും അല്ലല്ലോ, അത് കമ്മീഷണർ സാറിനെ ബാധിക്കുന്ന കാര്യമാണ്, നമുക്കത് അറിയണ്ടെന്നൊക്കെ പോലീസുകാരൻ പറയാണ്. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ഗൗരിമോളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൗതമ. അങ്ങനെ പാവ ടെഡി ബെയറൊക്കെ വെച്ച് ഇങ്ങനെ കളിപ്പിക്കുന്നു, അതൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണ്, ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ്. അപ്പം നമ്മുടെ നന്ദുമോൻ ഇങ്ങനെ നിന്ന് നോക്കുവാണ് ഇങ്ങനെ കളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ട്. അപ്പൊ ഇതിനിടയ്ക്ക് പിങ്കി വന്നിട്ട്, എന്താ പോലെ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ദേ കണ്ടില്ലേ ഗൗരിമോളെ, പപ്പ കളിപ്പിച്ചോണ്ടിരിക്കുക. അല്ല മോനെ കളിക്കാൻ വിളിച്ചില്ലേ? ഇല്ല, എന്നെ പപ്പ കളിക്കാൻ വിളിച്ചില്ലല്ലോ. ഗൗരിമോളല്ലേ ഇപ്പൊ സങ്കടപ്പെട്ടിരിക്കുന്നത്, ഗൗരിമോളുടെ അമ്മയല്ലേ ഇവിടെ ഇല്ലാത്തത്, അപ്പൊ അതുകൊണ്ടല്ലേ അച്ഛൻ ഗൗരിമോളെ കളിപ്പിക്കുന്നത്. അങ്ങനെ കളിപ്പിക്കട്ടെ എന്നിങ്ങനെ ആ കുട്ടി പറയുന്നുണ്ട്. കുട്ടിയുടെ വെളിവ് പോലും നമ്മുടെ പിങ്കിക്ക് ഇല്ലെന്നുള്ളതാണ് ശരി. പിങ്കി അപ്പോഴും അവിടെ വെയിറ്റ് കൃത്യമായിട്ട് കാണുകയാണ്. ആറ്റു നോറ്റിരുന്ന ഒരു കൊച്ചിനെ കിട്ടിയതല്ലേ, എങ്ങനെ നമ്മുടെ ഗൗതം കൊഞ്ചിക്കാതിരിക്കും? ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗൗരിമോള് നന്ദുമോനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഫോൺ എന്തി, എനിക്ക് ഫോൺ ഒന്ന് തരുമോ, അമ്മേനെ വിളിക്കാനെന്ന്. അതിനിപ്പോ എന്താ, തരാലോ.
എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കൊടുക്കുകയാണ്. ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ലോക്കുണ്ടേ. അപ്പോൾ ലോക്ക് ഉള്ളത് കൊണ്ട് കുട്ടിക്ക് അഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഗൗരിമോള് ചോദിച്ചു, ഇതിന്റെ ലോക്ക് എന്താ, നീ ഒന്ന് പറഞ്ഞപ്പം 2262 അങ്ങനെ അങ്ങാണ്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ കുട്ടിയെ നോക്കിയപ്പോഴത്തേക്കും ബ്ലോക്ക് അഴിയുന്നില്ല കേട്ടോ. പറഞ്ഞു, ഇത് കണ്ടോ, ഇതിന്റെ ലോക്ക് അഴിയുന്നില്ല, ഇത് തെറ്റായ നമ്പറാന്ന് പറഞ്ഞപ്പം നീ തെറ്റാ അടിച്ചത്, അതായിരിക്കും 2256, നീ ഒന്നും കൂടെ അടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് കുട്ടി മാറി മാറി അടിച്ചിട്ടൊന്നും വരുന്നില്ല. അപ്പം ഗൗതം അങ്ങോട്ടേക്ക് വരും. അപ്പം ഗൗതം ചോദിച്ചു, എന്താ നിങ്ങൾ രണ്ടും കൂടെ? അത് പിന്നെ പപ്പ, ഇവൾക്ക് ഇവളുടെ അമ്മേനെ ഫോൺ വിളിക്കണമെന്ന്, അതിന് ഞാൻ ലോക്ക് അടിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. പപ്പ ഈ ഫോണിന്റെ ലോക്ക് മാറ്റിയായിരുന്നോ? ഇല്ലല്ലോ മോനെ, ഞാൻ ലോക്കൊന്നും മാറ്റിയില്ലോ. എന്നിട്ട് ഗൗതം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാം, എൻ്റെ ഈശ്വര, ഞാനാണല്ലോ ലോക്ക് മാറ്റിയത്, എനിക്കറിയായിരുന്നു കുട്ടികൾ വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നേരത്തെ ലോക്ക് മാറ്റിയത് നന്നായി. അപ്പം ലോക്ക് മാറ്റിയത് ആരാ? നമ്മുടെ ഗൗതം. അപ്പം ഗൗതമിനോട് ഗൗരിമോള് പറഞ്ഞു, എങ്കിൽ പിന്നെ എനിക്ക് ഈ ഫോൺ വേണ്ട, ഈ ഫോണിന് കംപ്ലൈന്റ് ആണെങ്കിൽ എനിക്ക് പപ്പയുടെ ഫോൺ തന്നാൽ മതി, പപ്പയുടെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു. അയ്യോ, പപ്പയുടെ ഫോണിൽ വിളിക്കാൻ പറ്റില്ലല്ലോ മോളെ, പപ്പയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് നിന്റെ അമ്മ ഫോൺ എടുക്കുന്നില്ലായിരുന്നു, നിന്റെ അമ്മയ്ക്ക് ജോലി തിരക്കൊക്കെ ആയിരിക്കും, അതാ ഫോൺ എടുക്കാത്തത്. എനിക്ക് എൻ്റെ അമ്മേനെ കാണണം, എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് കുട്ടി നിർബന്ധം പിടിക്കാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മുടെ പിങ്കി വന്നിട്ട് ഗൗതമിനോട് ചോദിക്കുക, എത്ര ദിവസം ഗൗതമിന് ഇങ്ങനെ ആ കുട്ടിയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് നിർത്താനായിട്ട് സാധിക്കും? ഒരമ്മയുടെ വില എന്താണെന്നേ ഗൗതമിന് ഇതുവരെ അറിയില്ല. ഒരമ്മ കൊടുക്കുന്ന സ്നേഹം ഒരിക്കലും അച്ഛന് കൊടുക്കാൻ സാധിക്കില്ല. അതെന്താ ഗൗതം മനസ്സിലാക്കാത്തത്? എത്രയൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നന്ദയുടെ അടുത്ത് ആ കുട്ടിയെ കൊണ്ടാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പം, നിന്നോട് ആരാ ചോദിച്ചത്? എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് നിൽക്കും, പപ്പ മതി അവൾക്ക് ഇത്രയും നാളും അമ്മ ഉണ്ടായിരുന്നല്ലോ, ഇനി പപ്പ മതി അവൾക്ക്, അതാണ് ഇതാണ് ആനയാണ് ജയനാണെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ മെക്കിട്ട് കയറാൻ തുടങ്ങി. പിങ്കി പറഞ്ഞതും സത്യമാണ്, അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമാണ്. പപ്പയുണ്ടെന്ന് വെച്ചുകൊണ്ട് അമ്മയുടെ കാര്യങ്ങൾ അമ്മയ്ക്കല്ലേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് ഇത്രയും നാൾ ആ കുട്ടി നമ്മുടെ നന്ദയുടെ കൂടെ അല്ലായിരുന്നോ? അപ്പൊ അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഗൗതം ഉള്ളത്. അപ്പൊ ഈ സമയത്താണെങ്കിൽ ഗൗരിമോളെ കൊണ്ട് പുറത്തേക്കൊക്കെ പോകാന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊക്കെ സന്തോഷിപ്പിക്കണമല്ലോ. അപ്പം ഗൗതം പറഞ്ഞു, നമുക്ക് പുറത്ത് പോകാൻ മോള് സങ്കടപ്പെടേണ്ട, നമുക്ക് പുറത്ത് പോയി എൻജോയ് ചെയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു എൻജോയ്മെന്റും വേണ്ട, എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടാൽ മതിയെന്ന്. അപ്പൊ ഇത് കേട്ടിട്ട് ലക്ഷ്മിക്കും എന്താ പോലെയോ. അപ്പൊ ലക്ഷ്മിയും പറയാൻ ശ്രമിക്കുന്നുണ്ട്, മോനെ ഒരു കാര്യം ചെയ്യേ, നീ എത്ര ദിവസം നന്ദേനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെക്കും, നീ നന്ദേനെ വിളിക്കുക, നന്ദേനെ ആ കുട്ടിയെ ഒന്ന് വിളിച്ചെങ്കിലും കൊടുക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയോടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഗൗതം നിർത്തുന്നുണ്ടോ? ആരും ഇതിൽ കൂടുതൽ അഭിപ്രായം ഒന്നും പറയാൻ വരണ്ട, അഭിപ്രായം പറഞ്ഞതൊക്കെ മതി, എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട എന്നൊക്കെ പറയാം. അപ്പൊ വീണ്ടും നമ്മുടെ ഗൗരിമോള് വാശി പിടിച്ചോണ്ടേ തന്നെ ഇരിക്കുകയാണ്, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം, എനിക്ക് അമ്മയില്ലാതെ എനിക്ക് പറ്റില്ല, എൻ്റെ അമ്മ എന്നെ വിളിക്കാത്തത് എനിക്ക് അറിയണം, എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ ഗൗതമിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാ പ്രഷറും കൂടി ആയപ്പോഴത്തേക്കും ഗൗതമിന് മനസ്സിലാവുകയാണ്, തൻ്റെ കൈപ്പടയിൽ ഒതുങ്ങുന്ന കേസല്ല ഇത്, താൻ സ്വന്തം പപ്പയാണെന്ന് കുട്ടിയോട് തുറന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ തൻ്റെ കൈപ്പടയിൽ ഇതൊക്കെ ഒതുങ്ങും. കാരണം സ്വന്തം പപ്പയുടെ അടുത്ത് നിൽക്കാൻ ആ കുട്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടേ. അപ്പൊ അതുകൊണ്ട് അത് പറയണോ വേണ്ടയോ, അത് പറഞ്ഞാൽ പ്രശ്നമാവുമോ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം തന്നെ ആകും. അതിനിപ്പം നന്ദയോടുള്ള ഗൗരിമോളുടെ വെറുപ്പിലേക്ക് പോകുവോ, തൻ്റെ അച്ഛനെ ഇത്രയും നാളും മറച്ചു വെച്ചു എന്ന വെറുപ്പിലേക്കൊക്കെ പോകുമോ എന്നൊന്നും അറിയില്ല. അപ്പം ഏതായാലും നമ്മുടെ ഗൗതം ആകെപ്പാടെ മൊത്തം കൺഫ്യൂഷനിൽ നിൽക്കുക. പിങ്കിയുടെ ഓരോ ക്വസ്റ്റ്യൻസുകളും പിങ്കി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ശരിയാണ് പിങ്കി പറയുന്നതെന്ന് ചിന്തിച്ചു പോകും. കാരണം ഒരമ്മയില്ലാതെ ഒരു കുട്ടിക്ക് ഒരിക്കലും നല്ല രീതിയിൽ വളരാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് നന്ദയെ പോലെ ഒരു അമ്മ. ഇത്രയും നാളും സിംഗിൾ പേരന്റ് ആയിട്ടാണ് നന്ദ ആ കുട്ടീനെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം കൈവിട്ടു പോവുമോ എന്നൊരു സംശയം നമ്മുടെ ഗൗതമിന്. അപ്പൊ സത്യങ്ങൾ പറയണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടെ നമ്മുടെ ലക്ഷ്മിയുടെ പ്രഷറും ഉണ്ട്. ലക്ഷ്മി മഹാദേവനല്ല മഹേശ്വരനും ഒക്കെ പറയുന്നുണ്ട്, കാര്യം നിസ്സാരമല്ല, ഇത് കുറച്ച് പ്രശ്നമാണ്, നീ ഇങ്ങനെ ഈ കുട്ടീനെ ഇവിടെ തടവിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആകപ്പാടെ നമ്മുടെ ഗൗതമിന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അവിടെ നമ്മുടെ നന്ദ തലകറങ്ങി കിടക്കുകയും ചെയ്യുകയാണ്. ഏതായാലും എന്താകി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഇന്ന് നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോയാണ്, മിസ് ചെയ്ത് കളയരുത്. നമ്മൾ കറക്റ്റ് 2:45 3 മണിയാകുമ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അടിപൊളി പ്രമോ വിശേഷം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെയും ആദർശിന്റെയും കഥയൊക്കെ ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മെയിൻ ചാനലിൽ. പിന്നെ ഗോമതിയുടെയും ബാലന്റെയും കഥ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന വേറൊരു ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പം അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ വേഗം ഒന്ന് പോയി നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോണേ.